യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിർദ്ദേശത്തെ അപലപിച്ച് കത്തോലിക്ക സംഘടനയായ മൊബിലൈസിംഗ് നെറ്റ്വർക്ക് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആർക്കും വധശിക്ഷ നൽകാമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടിനെ വിമർശിച്ചാണ് ഈ കത്തോലിക്ക സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. വാഷിംഗ്ടണിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരവെയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആർക്കും വധശിക്ഷ നൽകണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് എതിരായാണ് ഒരു കത്തോലിക്ക സംഘടനയായ കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. യു.എസ്. തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ പരമാവധി വധശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തും. ഇത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രതിരോധ നടപടിയാണ്. ഈ നിർദ്ദേശം എല്ലാവരും ഐക്യകണ്ഠേന സമ്മതിക്കുന്നുവെന്നുമാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. മറ്റ് അമേരിക്കൻ നഗരങ്ങളെ പോലെ വാഷിംഗ്ടൺ ഡിസിയും കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവയെ അവഗണിക്കുവാൻ കഴിയില്ലെന്നും എന്നാൽ പ്രതിവിധി വധശിക്ഷയായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഏറ്റവും തെറ്റായൊരു സമീപനമാണെന്ന് കാത്തലിക് മൊബിലൈസേഷൻ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് ക്രിസാൻ വയലൻകോട്ട് മർഫി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ചെയ്ത കുറ്റകൃത്യത്തിന് സമാനമായി വധശിക്ഷ ഫലപ്രദമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നില്ല എന്നും സംഘടന വ്യക്തമാക്കി. വധശിക്ഷയെ എതിർക്കുന്നതിനും തടവിലാക്കപ്പെട്ട ആളുകളുടെ മാനുഷിക അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികളിൽ അമേരിക്കൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്ക്. ഒരു സാഹചര്യത്തിലും വധശിക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക്ക സഭ 2018 പ്രഖ്യാപിച്ചിരുന്നു. ഒരു മനുഷ്യവ്യക്തിയുടെ അന്തസ്സിന്റെ മേലുള്ള കടന്നാക്രമണമായിട്ടാണ് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭ വധശിക്ഷയെ കാണുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2009 യു.എസ്. ആസ്ഥാനമാക്കിയാണ് കത്തോലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിംഗ് പ്രവർത്തനം ആരംഭിച്ചത്. കത്തോലിക്ക സഭയിലെ ആത്മായ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന ഈ സംഘടന യു.എസിലെ മെത്രാൻ സമിതിയോട് ചേർന്നാണ് പ്രവർത്തനം നടത്തുന്നത്. സുവിശേഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കുറ്റവാളികളെ പരമാവധി മരണശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുകയാണ് സംഘടനയുടെ പ്രധാന പ്രവർത്തന മണ്ഡലം. വിദ്യാഭ്യാസത്തിലൂടെയും പ്രാർത്ഥനയുടെയും വർക്ക്ഷോപ്പുകൾ, ക്യാമ്പയിനുകൾ എന്നിവയിലൂടെയും മനുഷ്യമാഹാത്മ്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും കത്തോലിക്ക മൊബിലൈസിംഗ് നെറ്റ്വർക്കിന്റെ ദൗത്യങ്ങളിൽ ഒന്നാണ്. പല യു.എസ്. സ്റ്റേറ്റുകളിൽ നിന്നും പരമാവധി വധശിക്ഷ ഒഴിവാക്കുവാൻ കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിങ്ങിന് സാധിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.